യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വചനം. യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ If you believe, you will see the glory of God. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ. അവിടെ ഇന്നത്തെ എന്റെ മെസ്സേജ്. എന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഒരിക്കൽ കൂടെ പറയാം, നിന്നോട് പറഞ്ഞത് നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വേറെ തരത്തിൽ പറഞ്ഞാൽ നിന്നോട് പറഞ്ഞത് നീ പ്രവർത്തിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്നോട് പറഞ്ഞത് നീ അനുസരിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. You will see the glory of God. Satara baba shadara bala bala legatara baragadiya. Hallelujah. Amen. Hallelujah. Hallelujah. നിന്നോട് പറഞ്ഞത് നീ വിശ്വസിച്ചാൽ, നിന്നോട് പറഞ്ഞ് നീ ചെയ്താൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഞാൻ അതിൽ ഇന്ന് തമ്മ ദൂതൽ പ്രകാരം പറഞ്ഞു, നിന്നോട് പറഞ്ഞത് നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്തേലും ഒന്ന് വിശ്വസിക്കണമെന്നല്ല, ദൈവം പറഞ്ഞത് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ആമേ. നിന്നോട് പറഞ്ഞ് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേ. ഉറക്കെ പറ, എന്നോട് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ മഹത്വം കാണും. ഈ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറയുമ്പോ നമ്മൾ ആ വചനം എടുക്കുമ്പോ വാക്കെന്ന് പറഞ്ഞാൽ the expression of his excellence. ഈ ദൈവത്തിന്റെ മഹത്വം നീ കാണുമെന്ന് പറഞ്ഞാൽ expression of his excellence. അതായത് ആ വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ ഞാൻ പറയാം. അതായത് നീ കാണും ദൈവത്തിന്റെ എന്തോ കാണുമെന്ന് അറിയാമോ? ദൈവത്തിന്റെ മേന്മ, ദൈവത്തിന്റെ ശ്രേഷ്ഠത, ദൈവത്തിന്റെ വലിപ്പം, ദൈവത്തിന്റെ മഹിമ നീ കാണും. നിന്നോട് പറഞ്ഞ് നീ വിശ്വസിച്ചാൽ നിന്റെ ദൈവം ആരാന്ന്, ദൈവത്തിന്റെ മേന്മ എന്താണെന്ന് നമ്മൾ പറയത്തില്ല. ചിലർക്ക് നല്ലൊരു മേന്മയുണ്ട്, ചിലർ നല്ലൊരു സ്വഭാവം, ആ ഒരു പ്രത്യേക ഗുണമുള്ള വ്യക്തിയാ എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവത്തിന്റെ ഒരു ഗുണമുണ്ട്. മനസ്സലിയുന്ന ദൈവം, വിടിവിക്കുന്ന ദൈവം, സൗഖ്യദായകൻ, ശത്രുവിന്റെ മുമ്പിൽ നിന്റെ തലയെ ഉയർത്തുന്ന ദൈവം, ശത്രുവിന്റെ മുമ്പിൽ നിന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവം, അത് നിന്റെ ദൈവത്തിന്റെ മേന്മയാണ്. അത് നീ കാണും. ദൈവത്തിന്റെ ശ്രേഷ്ഠത, ദൈവത്തിന്റെ വലിപ്പം, expression of his excellence, ദൈവത്തിന്റെ വലിപ്പത്തിന്റെ പ്രദർശനം നീ കാണും. നിന്റെ ദൈവം എത്ര വലുതാണെന്ന് ചിലര് കാണുന്ന രീതിയിൽ വെളിപ്പെടുന്ന, നിന്റെ ദൈവം ആരാണെന്നും നിന്റെ ദൈവത്തിന്റെ മഹത്വം എന്താണെന്നോ നിന്റെ ദൈവത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്നോ നീ വിശ്വസിച്ചാൽ expression of his excellence, അവന്റെ മഹത്വം നീ കാണും. ഈ സംഭവത്തിലേക്ക് ഒന്ന് വരാം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളാം. ബൈബിൾ തന്നെ പറഞ്ഞു ഒരു കാര്യം 2-3 വാമൊഴിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 പേര് ഒരേ കാര്യം പറയുന്നെങ്കിൽ ഇന്ന് 7-ാം മാസം ആദ്യ ബുധനാഴ്ച കടന്നു വന്ന സകല തലയെ നോക്കി ഞാൻ പ്രവചിക്കാം. ഓരോ കുടുംബത്തെ നോക്കി പ്രവചിക്കാം. ഇത് വെറുതെ അല്ല ദൈവം പറയിപ്പിച്ചത്, വെറുതെ അല്ല ആ പാട്ട് പാടിയത്, വെറുതെ അല്ല ദൈവദാസന്മാർ പ്രസംഗിച്ചത്.
ദൈവാത്മാവ് പറയുന്നു, പല അടയാളങ്ങൾ നീ കാണും മകളെ. ശക്തമായി നിന്നോട് ദൂത് പറയുന്നു. ഇത് നിന്നോടുകളുള്ള ദൂതാണ്. ചിലത് നീ കാണാൻ പോവുകയാണ്. നിന്നെ വിളിച്ച ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന്, നിന്നെ വിളിച്ച ദൈവത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്നോ, നിന്റെ ബന്ധുക്കളെ, നിന്റെ ചാർച്ചക്കാരുടെ, മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് ദൈവം കാണിക്കുന്നവനാണെന്ന് മകളെ നിന്നോട് ദൂത് പറയുന്നു. നിങ്ങളുടെ ദൂത് പറയുക. ഈ വചനം പ്രസംഗിക്കണമെന്നുണ്ട്. അപ്പോൾ തന്നെ ചില പ്രവചനത്തിന്റെ അന്തരീക്ഷം ഇതിന്റെ അകത്ത് തുറന്നിരിക്കുന്നു. ചിലരോട് ദൈവം വ്യക്തിപരമായി സംസാരിക്കുകയാണ്. എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞല്ലേ നീ ഇതിന്റെ അകത്ത് വന്നത്. നിന്നെ തൊട്ടും സംസാരിക്കുക ദൈവം. ഹല്ലേലൂയ. എന്റെ നല്ല കർത്താവിനെ അറിഞ്ഞും രക്ഷിക്കപ്പെട്ടും സ്നാനപ്പെട്ടും നീ ഒറ്റപ്പെട്ട് ഇറങ്ങി നിൽക്കുമ്പോ നിന്നോടൊരു ശക്തമായി ദൂത് പറയാ. നിന്നെ വിളിച്ച ദൈവം ആരാണെന്നുള്ള എക്സലൻസ്, നിന്നെ ആ ശ്രേഷ്ഠത എന്താണെന്ന് നീ കാണാൻ പോകുക. നീ തകരുമെന്ന് തൈർപ്പടം പണിമെന്നും ആകുന്ന മധ്യത്തിൽ ജയോത്സവമായി. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുക. നിന്നെ വിളിച്ച ദൈവത്തിന്റെ മഹത്വം, വലിപ്പം, ശ്രേഷ്ഠത, മേന്മ നിന്നോട് പറയുന്നത് നീ വിശ്വസിക്കുക. ഞാൻ വിശ്വാസത്തിൽ വരുന്നത്, എന്റെ പെങ്ങള് വിശ്വാസത്തിൽ വരുന്നത്, ഞങ്ങളുടെയൊക്കെ 21, 22 വയസ്സിലാണ് സ്നാനപ്പെടുന്നത്. അതായത് എന്തുവാ, ഒരു ലൈഫിന്റെ നല്ലൊരു ഘട്ടം, വിവാഹം നടക്കണ്ട, നല്ല ക്രമീകരണം നടക്കണ്ട, ഒരു നല്ല സമയത്ത് ഒന്നുമില്ലാതെ ഹല്ലേലൂയ കർത്താവിന്റെ വചനം സത്യവും വിശ്വസിച്ച് ഹല്ലേലൂയ ഇതുവരെയുള്ള അനുഭവങ്ങളൊക്കെ വിട്ട്, ആ അനുഭവമൊക്കെ വിട്ട്, ബന്ധുക്കളെ വിട്ട്, കൂട്ടം വിട്ട്, നാമധേയ കൂട്ടം വിട്ട് ഇറങ്ങി തിരിച്ചപ്പം നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ കളിയാക്കി. ഹല്ലേലൂയ, ആര് കല്യാണം എന്തോ നടക്കും, എല്ലാം പൊളിഞ്ഞ് തളകുന്ന നാശമാകും, ഇവനെയൊക്കെ പറഞ്ഞെന്ന് ഉപദേശിച്ചോ, ഇവർ അപ്പനും അമ്മയ്ക്കും ബുദ്ധിയില്ലയോ എന്നൊക്കെയാണ് പലരും പറഞ്ഞത്. പക്ഷെ നിന്നോട് ഞാനൊരു ദൂത് പറയാം. നിന്നെ വിളിച്ച ദൈവത്തെ നീ വിശ്വസിച്ച നിന്റെ ദൈവം ആരാണെന്നുള്ള മഹത്വം നീ കാണും. അതുകൊണ്ട് ചിലരോട് ദൂത് പറയാ, നീ കർത്താവിനെ വിളിക്കാൻ, നീ സ്നാനപ്പെടാൻ, ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കാൻ ഒരിക്കലും മടിക്കരുത്. നിന്നെ വിളിച്ച ദൈവമാണെങ്കിൽ നിന്നെ ജയത്തോടെ നടത്താൻ, നിന്നെ നിർത്തിക്കൊണ്ട് ദൈവം തന്റെ മഹത്വത്തെ കാണിക്കുക. ഈ 7-ാം മാസത്തെ സകലരോട് ദൂത് പറയാ. നിന്നോട് പറഞ്ഞ നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവാ. ദൈവത്തിന്റെ മേന്മയുടെ പ്രദർശനം കാണാൻ പോവുക. ദൈവത്തിന്റെ വലിപ്പത്തിന്റെ കാണാൻ പോവുക. ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് നീ കാണാൻ പോവുക. ഒന്ന് വിശ്വസിച്ചേ. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? എന്തുവാ സംഭവം എന്ന് മാത്രം ഞാൻ ഇന്ന് ഒന്ന് കൊണ്ടുവന്നു. എല്ലാം ഒന്ന് പ്രസംഗിക്കാൻ സമയമില്ല, അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ആ പറഞ്ഞൊരു ആ ദൂതൊന്ന് പറഞ്ഞ് നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോവാ. നമ്മൾ ഇതെടുത്ത് എല്ലാവർക്കും അറിയാവുന്ന സംഭവം, പക്ഷെ അതിൽ നിന്ന് പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായി ഇടപെടാൻ പോവാ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40 നമ്മൾ വായിച്ചത്. യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. എന്താ സംഭവം? അതിന്റെ 11-ന്റെ 1 വായിച്ച സിസ്റ്ററെ. 11-1 എല്ലാവരും ശ്രദ്ധിക്കുക. മറിയയുടെയും അവരുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി
കിടന്നിരുന്നു. ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു. ആ മറിയ, വീട്ടിലെ മറിയെ കുറിച്ച് പറയാണ്. ആ മറിയായിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അത്ര ദൈവത്തോടുള്ള ഒരു യാഗം സമർപ്പിച്ച, ദൈവത്തിന്റെ സ്നേഹത്തെ കാണിച്ച, നല്ല പരിമള തൈലം കൊണ്ട് കഴുകി അത് കാല് ഒഴിച്ചത് തന്റെ തലമുടി കൊണ്ട് തോർത്തിയ ഒരു മകൻ. ഇനി ഇവിടെ ഒരു സംഭവം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പറഞ്ഞത് ബഥാനിയാണ് അല്ലേ? ഈ വീടിന്റെ പ്രത്യേകത ലൂക്കോസ് 10 വായിക്കുമ്പോൾ നമുക്ക് കാണാം. യേശു യാത്ര ആ വഴി പോകുമ്പോൾ കയറുന്നൊരു വീടാണ് ഈ ബഥാനിയ എന്ന് പറയുന്നത്. ഈ ബഥാനിയുടെ പ്രത്യേകത ജെറുസലേമിനും അടുത്തൊരു ജെറുസലേം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും, ജെറുസലേമിൽ നിന്നും ഒരു 2 മൈൽ അപ്പുറമുള്ള ഒരു സ്ഥലമാണ്. ഏതാണ്? ബഥാനിയ. അത് എങ്ങോട്ടുള്ള വഴിയാണെന്നറിയാമോ? യെരിഹോവിലേക്ക് പോകും. നമുക്ക് ബൈബിളിൽ ശുശ്രൂഷ അറിയാമോ? യേശു യെരിഹോവിലേക്ക് പോയി, യെരിഹോവിൽ നിന്ന് പുറപ്പെട്ടു. അപ്പം സ്ഥിരം യേശുവിന്റെ യാത്ര നടക്കുന്ന പാതയാണ് യെരുശലേമിൽ നിന്നും എങ്ങോട്ടാണ്? ജെരീക്കോ. ഈ യെരുശലേമിൽ നിന്ന് ജെരീക്കോയിലോട്ട് പോകുന്ന വഴിയിൽ ഈ പുറപ്പെട്ടൊരു 2 മൈൽ കഴിയുമ്പോ വരുന്ന സ്ഥലമാണ് ഏത് സ്ഥലം? ഈ ബഥാനിയ. അപ്പൊ ഈ യെരിഹോവിലേക്ക് ശുശ്രൂഷയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ ഈ യെരുശലേം എത്തുന്നതിന് മുമ്പേ ഒന്ന് റെസ്റ്റ് എടുക്കാൻ, വിശ്രമിക്കാനൊക്കെ കേറുന്ന ഭവനമാണ് ഏത് ഭവനം? ഈ ബഥാനിയിലെ ലാസർ. കർത്താവിന് ഭയങ്കര ഇഷ്ടം. അപ്പൊ കർത്താവിനെ നന്നായി സ്വീകരിക്കും. ബൈബിൾ പറയുന്നുണ്ട്, 2 സഹോദരി മാർത്ത വേണ്ട, അടുക്കളയിൽ എന്തൊക്കെ ആഹാരം വേണം, നമ്മുടെ ഭാഷ വെള്ളം വേണോ, ഫുഡ് വേണോ, അത് പ്രിപ്പയർ ചെയ്യും. മറിയ എന്ന് പറഞ്ഞ സഹോദരി കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കും, തൈലം പൂശുന്നു, വചനങ്ങൾ കേൾക്കുന്നു, കർത്താവിനെ ഒത്തിരി സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു പ്രിയമായ ഭവനം. ഒരു സ്വീകരണം, നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ ഒരു നല്ലൊരു സ്വീകരണം കിട്ടിയാലല്ലേ നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പോകാൻ തോന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ ഒരു കടയിൽ പോയി, അവിടെ നല്ല സാധനം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഇടപാടുകാരൻ ശരിയല്ലെങ്കിൽ നമ്മൾ പിന്നെ പോവോ? ഇല്ല. അവിടെ 1 രൂപ കുറവാണ്, 1 രൂപ കുറവാണ്. പക്ഷെ എടുത്തു തരുന്നവനും പിടിക്കുന്നവനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവന്റെ മോഷ്ടിക്കാൻ വന്നിരിക്കുന്നവർക്ക് ഇടപാടുണ്ട്. ചിലത് അങ്ങനെ ഉണ്ട്. എന്നാൽ അപ്പുറത്ത് 1 രൂപ കൂടുതൽ, എന്നാലും നമ്മൾ അവിടെ പോകും. കാരണം എന്താ പറയാ, ഒരു ഡീലിങ്സ് എന്തുണ്ട് നല്ലത്. അങ്ങനെ 1 രൂപ അപ്പുറത്ത് കൂടിയാലും ചിലർ അപ്പുറത്ത് വിടും. ചില അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാം അത് നമ്മുടെ സൈക്കോളജിയാ, ബിസിനസ് സൈക്കോളജിയാ. എല്ലാവരും ചിന്തിക്കുക അതെന്തോ അവിടെ 10 രൂപ കൂടുതലാണ്, എന്നാലും എന്താ അവിടെ ആൾക്കാർ പോകുന്നത്? കാരണം ഈ ഇടപാടും ഡീലിങ്സും അവിടെ എന്താണ്? മനസ്സിലാ. മറ്റിടത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളതും കൂടെ നമ്മുടെ ദേഷ്യം കൂടെ പിടിപ്പിക്കും. ആ രീതിയാണ് ചിലർ. അപ്പൊ അതേപോലെ അവർ അങ്ങനെ നമ്മൾ പിന്നെ പോകത്തില്ല. ഇനി അപ്പം 10 രൂപ കുറച്ച് തന്നാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. സ്വാഭാവികം. മനുഷ്യനങ്ങനെ നമ്മളെ മുറിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ലെന്ന, നമ്മളെ മുറിപ്പെടുത്തുന്ന, നമ്മളെ ഇടിക്കുന്ന, നമ്മളെ ഉള്ളുകൊണ്ട് ഞെരുക്കുന്ന, നമ്മുടെ അകത്ത് കത്തി നിൽക്കുന്നതിനെ, ജ്വലിപ്പിക്കുന്നതിനെ, വെള്ളം കൊണ്ട് തളർത്തി കളയുന്നതിലോട്ട് നമ്മൾ മാക്സിമം എന്ത് ചെയ്യാതിരിക്കുക? പോവാ. വിശ്വാസികൾക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ പകർന്ന ദൈവ സാന്നിധ്യത്തെ, ദൈവശക്തി, ആത്മചൈതന്യത്തെ കെടുത്തിക്കളയുന്ന, അതിനെ നശിപ്പിക്കുന്ന, ആത്മീയമായിട്ട് വർധനമില്ലാതെ നമ്മളെ ഞെരുക്കുന്ന കൂട്ടുകെട്ട്, ഇടപാടുകൾ, ഡീലിങ്സുകൾ, ഫോൺ കോളുകൾ, വ്യക്തികൾ, ബന്ധങ്ങൾ നമുക്ക് നന്നേ അല്ല. കുറെ കഴിയുമ്പോൾ നമ്മൾ എന്തിലേക്ക് കൊണ്ടുപോകും? നമ്മൾ ഗണിയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ അകത്ത് വന്ന കത്തി ഇട്ടേക്കുന്ന ദീപത്തെ കത്താനാ, വീണ്ടും വർദ്ധിച്ചു വരാനാ. അത് കെടുത്തും. ആ പ്രകാശമില്ല. ഇനി കെടുത്തിയില്ലേലും ആ പ്രകാശം ശോഭിക്കാതിരിക്കാന്ന് വേണം. ഇങ്ങനത്തെ സംഭവം മതി നമ്മളെ എന്ത് ചെയ്യും? മറച്ചു കളയും. വിളക്ക് കത്തിച്ചിട്ട് വിളക്ക് കത്തിയോ കത്തി, പക്ഷെ ഇപ്പൊ എവിടെ ഇരിക്കുക? പറയുടെ കീഴിൽ. പല പറയുടെ കീഴിലായി പോകാൻ ഇങ്ങനെയൊക്കെ കാരണം. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ പോകില്ല. പക്ഷെ ഇവിടെ എന്താ? അപ്പൊ യേശുവിനെ അത്ര സ്വീകരിക്കുന്ന ഭവനമായതുകൊണ്ടാണ് ഈ യെരിഹോവിൽ നിന്നും യെരുശലേമിലേക്ക് പോകുന്ന യാത്രയിൽ യേശു എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഈ ബഥാനിയിലേക്ക് കയറുന്നത്. ഓക്കെ, ഇനി 3-ാമത്തെ വചനം തൊട്ട് വായിച്ചേ. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ദീനമായി കിടക്കുന്ന ഒരവസ്ഥയിൽ യേശുവിന്റെ അടുത്തേക്ക് സഹോദരിമാർ എന്ത് ചെയ്യൂ? കർത്താവേ, നിനക്ക് പ്രിയനാ. അപ്പം ഈ സഹോദരിമാര് മാത്രമല്ല യേശുവിന് പ്രിയം. ആരും പ്രിയമാണ്? ആ സഹോദരനും പ്രിയമാണ്. അപ്പൊ 3 പേരും ഒന്നിച്ചാണ് യേശുവിനെ സ്വീകരിക്കുകയും യേശുവിന് വേണ്ട എല്ലാ ക്രമീകരണം അവിടെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ നിനക്ക് പ്രിയനായവൻ ദീനം പിടിച്ച് കിടക്കുന്നു എന്ന വാർത്ത സഹോദരിമാർ ആരെ അറിയിച്ചു? യേശുവിനെ അറിയിച്ചു. അതിനൊരു ദൂതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ സ്നേഹിക്കുന്ന ഭവനമാകാം, എല്ലാം ഉണ്ടായിരിക്കാം. യേശു വന്ന ഭവനമാണ്. പക്ഷെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ജീവിതത്തിൽ ചില പോരായ്മകൾ വരുമ്പോൾ അറിയിക്കേണ്ടവനെ നമ്മൾ അറിയിച്ചിരിക്കണം.
വിഷയത്തെ ആരുടെ കരങ്ങളിലേക്ക് കൊടുക്കണം? കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നോട്ടെ, ദൈവത്തിന്റെ അടുത്തേക്ക് പരിഹരിക്കാൻ പറ്റാ. ബൈബിൾ പറഞ്ഞ സങ്കീർത്തനം 55:22, നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകാൻ അവൻ ഒരു നാളും എന്ത് ചെയ്യത്തില്ല? സമ്മതിക്കത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു പ്രശ്നം, അതായത് തക്ക സമയത്ത് കരം ലഭിക്കാൻ ധൈര്യത്തോടെ ദൈവത്തിന്റെ കൃപാസിംഹാസനത്തിലേക്ക് അടുത്തു വരാനെന്ന് എബ്രായർ 4:16 പറയുന്നു. നിനക്കൊരു കുറവുണ്ടെങ്കിൽ യാക്കോബ് 1 പറയുന്നു, 1:4, 5, 6, 7, 17 വാക്യങ്ങൾ പറയുന്നു. ഹല്ലേലൂയ. നിനക്കൊരു കുറവുണ്ടെങ്കിൽ വിശ്വാസത്തോടെ എല്ലാവർക്കും ധാരാളമായി ഔദാര്യമായി കൊടുക്കുന്ന പിതാവിന്റെ സന്നദ്ധിയിലേക്ക് ചെല്ലട്ടെ. ഹല്ലേലൂയ. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്ന മക്കൾക്ക് എത്രയധികം നന്മ നൽകും. ഇതിനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കി, ഒരു കുറവ് വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, ജീവിതത്തിന്റെ അർദ്ധരാത്രി വരുമ്പോൾ, ഏത് അനുഭവം ആയിക്കോട്ടെ, വിഷയത്തെ ആരുടെ കരങ്ങളിലേക്ക് കൊടുക്കണം? കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. അടുത്തിരിക്കുക, കൈക്ക് പിടിച്ച് കുടിക്കട്ടെ, പറ കർത്താവിന്റെ കരത്തിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞേ. വിഷയം എന്ത് ചെയ്യണം? കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. പറ്റിപ്പോയല്ലോ, യേശു വന്ന വീടല്ലേ എന്നും പറഞ്ഞ് വിലപിച്ചിരിക്കരുത്. പകരം എന്ത് ചെയ്യണം? കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. സംഭവിച്ചു, ദീനമായി മരിക്കുന്ന അനുഭവമാണ്, പക്ഷെ ആടെ കരങ്ങളിലേക്ക് കൊടുക്കണം. കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം, മടിക്കരുത്. ഹല്ലേലൂയ. അതിന് ഒരു ഇത് നോക്കണ്ട, പ്രതിസന്ധിയിൽ സഹായിക്കുന്നതാണ് കർത്താവിന്റെ കരം. കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോ ഒരു മറുപടി കിട്ടി. കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ഒരു ശബ്ദമുണ്ട്. ദൈവസന്നിധി കൊടുത്താൽ ഒരു ദൈവശബ്ദമുണ്ട്. എന്തുകൊണ്ട്? അതേ ഒരു ശബ്ദമുണ്ട്, അതിൽ അങ്ങ് പിടിച്ചോണം. ചിലപ്പോ ഇപ്പൊ ചെയ്യുന്നാവും, ചിലപ്പോൾ വെയിറ്റ് എന്നാവും, അല്ല വേറൊരു പദ്ധതിയാണെന്ന് പറയും, എന്തെങ്കിലും ഒരു സംഭവം പറയും ചെയ്യും. പക്ഷെ അത് പിടിച്ചോണം. അത് പിടിച്ചാൽ അത് അനുഗ്രഹമായിരിക്കും. ദൈവസന്നിധി കൊടുക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? സംസാരിക്കും. ദൈവം നമ്മളോട് എന്ത് ചെയ്യും? ഇടപെടും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലായിരിക്കും എന്ത് ചെയ്യുന്നത്. ഈ സഹോദരിമാരെ ഉദ്ദേശിച്ചത് ഈ വാർത്ത കേട്ട ഉടനെ യേശു എങ്ങോട്ട് ഓടി വരും? ഈ ബഥാനിൽ ഇവരുടെ വീട്ടിലോട്ട് വരുമെന്നായിരുന്നു. കാരണം എപ്പോഴും വരുന്നതല്ലേ, എപ്പോഴും വന്ന് ഫുഡ് കഴിക്കുന്നതല്ലേ, എപ്പോഴും വരുന്നതല്ലോ, എപ്പോഴും തന്നെ ചാടി വരേണ്ടതാ. അവർ ഉദ്ദേശിച്ചത് ആ കാര്യത്തിന് ആ വാർത്ത അറിയിച്ചത്. പക്ഷെ യേശു പറഞ്ഞ മറുപടി 4. യേശു അത് കേട്ടിട്ട്, യേശു ആ വാർത്ത കേട്ടിട്ട്, ആ സബ്ജക്റ്റ് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനോ, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവ മഹത്വത്തിനായിട്ട് തന്നെ എന്ന് പറഞ്ഞു. കണ്ടോ? ഈ ദീനം എന്തിനാ? ദൈവമാവ മഹത്വപ്പെടാൻ. ഇതാണ് നമ്മൾ വായിച്ച 11:40 പറഞ്ഞത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ വിശ്വസിച്ചാൽ. അത് ഈ 11:4 പറഞ്ഞ കാര്യമോ പറയുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഈ ദീനം മരണത്തിനല്ല, ദൈവമഹത്വം വെളിപ്പെടാനാ. നീ അതിപ്പോ വിശ്വസിച്ചാലും നിനക്കത് സംഭവിച്ചിരിക്കും. അപ്പൊ നമ്മള് എങ്ങനെ ദൈവമഹത്വം വെളിപ്പെടുന്നത്? ദൈവം നമ്മൾ പറഞ്ഞതിനെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഈ വിഷയം വന്നപ്പോ വിഷയം ആരുടെ കയ്യിൽ കൊടുത്തു? കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തു. കേട്ടോ, നമ്മുടെ വിഷയത്തെ ആരുടെ കരങ്ങളിൽ കൊടുക്കണം? പക്ഷെ കർത്താവ് സംസാരിക്കും. ചിലപ്പോ നമ്മൾ ഉദ്ദേശിച്ചതല്ല സംസാരിക്കുന്നത്, പക്ഷെ ഭാരപ്പെടുന്നത് അതേ കയറി പിടിച്ചോണം. അതേ കയറി എന്ത് ചെയ്യണം? പിടിച്ചാൽ ഒരു വിടുതലാവും. ശ്രദ്ധിച്ചേ, പൗലോസിന് തന്റെ ജീവിതത്തിൽ ഒരു ശൂലം അനുഭവിച്ച് അത് മാറാൻ ദൈവത്തോട് എന്ത് ചെയ്തു? പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. ദൈവം മാറ്റിത്തരാന്ന് പറഞ്ഞോ? ഇല്ല. ഇച്ചിരി കഴിഞ്ഞു പറഞ്ഞോ? ഇല്ല. നടക്കത്തില്ല എന്ന രീതിയിൽ. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, നിന്റെ ബലഹീനത തികഞ്ഞു വരുന്ന എന്റെ കൃപ മതി. പിന്നീട് ഇദ്ദേഹത്തിന് അതൊരു വേദനയായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ പ്രയാസമായിട്ടോ തോന്നിയതില്ല. കാര്യം മാറിയില്ല, പക്ഷെ അത് ഉണ്ടോന്ന് പോലും എന്ത് ചെയ്യുന്നില്ല, ഒരു എഫക്റ്റും അടിക്കുന്നില്ല. അതുപോലെ ദൈവം എന്ത് ചെയ്തു? ആക്കി കൊടുത്തു. അപ്പൊ എന്നാൽ ദൈവം ഒരു കാര്യം പറയും, അത് വിശ്വസിച്ചാൽ അത് മിറക്കിളാണ്. അതെന്താ? ഉദാഹരണം പറയാം. ഇപ്പൊ നമുക്കൊരു സ്ഥലത്തൊരു ബുദ്ധിമുട്ട് വന്ന് പ്രയാസം വന്നു. നമുക്ക് ആ ഒരു പ്രയാസം മാറാൻ പ്രാർത്ഥിക്കുന്നത് ആ വേദന ഉണ്ടായോണ്ടാണോ? അല്ലെ നമ്മൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആർക്കെങ്കിലും അത് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നമുക്കതുപോലെ എന്റെ ശക്തി വരുമ്പോൾ നിനക്ക് വേദന ഒന്നും തോന്നുന്നില്ല.
നമ്മളെല്ലാം ചെക്ക് ചെയ്ത എല്ലാവർക്കും എന്തോ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കുഴപ്പവും രോഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് നമ്മുടെ ഒന്നും പുറത്തോട്ട് വന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് എന്തൊന്നില്ല, വെളിപ്പെട്ട് വന്നില്ല, മതിയല്ലോ. നമുക്ക് അതുപോലെ സംഭവം വെളിപ്പെട്ട് വരാതെ നമുക്കൊരു പ്രശ്നമൊന്നും ഉണ്ടാവാതെ കർത്താവ് വെച്ച് ആയുസ് പൂർത്തീകരിച്ചാൽ പോരെ. വേദനയായിട്ട് പുറത്ത് വരായിരുന്നാ പോരെ, അത്രേ ഉള്ളൂ. സൗഖ്യമാക്കും. ചിലത് ഉണ്ടെങ്കിലും ഒന്നും അറിയത്തുമില്ല. എത്ര പേര് നമുക്ക് സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമുക്കൊക്കെ. അതൊന്നും നമുക്ക് എന്തോ എന്നിട്ടില്ല. ഇതേപോലെ ദൈവം എന്താ പറയുന്ന അത് കയറി എന്ത് ചെയ്യണം, പിടിക്കണം. ആമേൻ, ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്യും. എന്നാ ദൈവം അത്ഭുതം ചെയ്യാറില്ലേ? അത്ഭുതത്തെ ചെയ്യും. ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമേൻ, ആമേൻ. നമ്മളത് വിശ്വസിക്കുക. ദൈവം എന്താ പറയുന്ന ആ നിയോഗം വരും, അതിനുവേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക, ഏൽപ്പിക്കുക. അത് ദൈവത്താൽ സംഭവിച്ചിരിക്കും. അപ്പൊ കർത്താവ് അവരോട് എന്താ പറഞ്ഞത്? ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടും. അപ്പൊ ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുമ്പോ മനസ്സിലാക്കണം, അത് ദൈവനാമ മഹത്വത്തിനായി ദൈവം അത് മാറ്റാൻ വെച്ചേക്കുക. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം. ചിലത് ഭാരപ്പെടരുത്. അധികം താമസിക്കാതെ എന്തിലേക്ക് മാറും? അത് ദൈവനാമ മഹത്വത്തിനായി മാറും. യേശു യാത്ര ചെയ്യുമ്പോൾ പിറവിയിലെ കുരുടനെ കണ്ടപ്പം ശിഷ്യന്മാരെല്ലാരും ചോദിച്ചു, ഇവൻ ഈ കുരുടനായി പിറക്കാൻ എന്താ കാരണം? ഇവന്റെ പാപമാണോ എന്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, അതൊന്നും അല്ല, ഇതിപ്പോ വെച്ചേക്കുന്നത് ദൈവനാമം മഹത്വപ്പെടാനാണ്. കർത്താവ് അവനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോ നാട്ടുകാർക്ക് വിശ്വസിക്കാം. ബൈബിൾ അങ്ങനെ ഒരു വചനമുണ്ട്, ലോകമുണ്ടായത് മുതൽ ഇന്നേ വരെ കുരുടനായി പിറന്നവന്റെ കണ്ണു തുറന്ന ചരിത്രം അവരാരും എന്ത് ചെയ്തില്ല, കേട്ടിട്ടില്ല എന്ന് യോഹന്നാൻ 9 കർപ്പുണ്ട് സുവിശേഷത്തെ. അപ്പൊ അതിന്റെ അർത്ഥം ചിലതൊക്കെ വെച്ചേക്കുന്നത് വിടുതൽ കിട്ടുമ്പോ മറ്റവന്റെ കണ്ണ് തെള്ളുന്ന വിടുതലായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ചിലതൊക്കെ ഒത്തിരി വേദന അനുഭവിച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ച് ദൈവം വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയാമോ? അതിന്റെ വിടുതൽ കിട്ടുമ്പോ മറ്റവന്റെ കണ്ണ് തെള്ളുന്ന, വിശ്വസിക്കാൻ പറ്റാത്ത വിടുതലായിരിക്കും ദൈവ ആ വിഷയത്തെ വെച്ചിരിക്കുന്നത്. പിടികിട്ടിയോ? എന്തുകൊണ്ട് ആ ജോലി നടന്നില്ല? എന്തുകൊണ്ട് ആ വിവാഹം നടന്നില്ല? എന്തുകൊണ്ട് ആ തടസ്സം വന്നു? എന്തുകൊണ്ട് ആ വാതിൽ തുറന്നില്ല? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ശരിയാണ്, ഒത്തിരി ചോദ്യം പറയണ്ട. പക്ഷെ നിന്നോട് പറഞ്ഞത് നീ വിശ്വസിക്കാൻ തയ്യാറായാൽ ഒരു മഹത്വത്തിനായി ദൈവം മാറ്റി വെച്ചേക്കുക. 2024 കേറിയിട്ട് 6 മാസവും കഴിഞ്ഞു, 7 മാസം ആയല്ലോ, നടന്നില്ലല്ലോ. ഇതാണ് നിന്നോടുള്ള ദൂത്. ഒരു മഹത്വത്തിന് വേണ്ടി ദൈവം മാറ്റി വെച്ചേക്കുക. കരമടിച്ച് നല്ല കർത്താവിനെ മഹത്വം കരേറ്റ്. ആമേൻ, ഹല്ലേലൂയ. മഹത്വത്തിനായിട്ടെന്ന് പറഞ്ഞു. യേശു മാർത്തയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. അതിന്റെ ശേഷം അവൻ ശിഷ്യന്മാരോട്, നാം വീണ്ടും യഹൂദിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അപ്പൊ 6ാമത്തെ വാക്യം, എന്നിട്ടും അവൻ ദീനമായി കിടന്ന് കേട്ടിട്ട് പോലും ഇരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം പാർത്തു. ശ്രദ്ധിച്ചേ, ഇത് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. വിഷയത്തെ ദൈവവരങ്ങളിലേക്ക് എന്ത് ചെയ്തു? സഹോദരിമാര് ഏൽപ്പിച്ചു. ദൈവത്തിന് ശബ്ദം കേട്ടോ? എന്തോ കേട്ടു? ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവനാമം മഹത്വപ്പെടാൻ. പക്ഷെ വിഷയത്തിന് വിടുതൽ നടന്നോ? ഇല്ല. യേശു വന്നോ? വന്നില്ല. ചില ഡിലേ ഉണ്ട്, താമസമുണ്ട്. അതായത് ചില ഡിലേ, അതൊരിക്കലും ഡിലേ, അതായത് തടസ്സമായി ഇനി ഇല്ല എന്നുള്ളതല്ല. ചില താമസം എന്തല്ല, ഇനി ഇല്ല എന്നല്ല. ദൈവം നോ പറഞ്ഞില്ലല്ലോ, എങ്കിൽ നീ വീണ്ടും പ്രാർത്ഥിക്കുക. നിന്നോടൊരു നോ പറഞ്ഞിട്ടില്ലെങ്കിൽ നീ വിട്ട് കളയരുത്, അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. അവരുദ്ദേശിച്ച ടൈം ഫ്രെയിമിന്റെ അകത്ത് വിടുതൽ നടന്നില്ല. ഈ വാർത്ത കേട്ടിട്ട് യേശു ഉടനെ പുറപ്പെടുമെന്ന് വിശ്വസിച്ചു. ഉടനെ പുറപ്പെട്ടോ? ഇല്ല. വീണ്ടും എന്ത് ചെയ്തു? താമസിച്ചു. ഇന്ന് പകൽ ആരെങ്കിലും വിഷയം ദൈവസന്നിധി കൊടുത്തിട്ട് ദൂത് കേട്ടിട്ടും
നടക്കാതെ ഒരു താമസം അനുഭവിക്കുന്നെങ്കിൽ നിന്നോട് ദൂത് പറയുന്നു, പറഞ്ഞത് നീ വിശ്വസിക്കേ, തക്ക സമയത്ത് നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ, ആമേൻ. ഇന്ന് പകൽ അങ്ങനെ ഒന്ന് വിശ്വസിച്ചേ, ദൈവത്തിന്റെ മഹത്വം കാണും. ഒത്തിരി കാര്യങ്ങളിലേക്ക് പോകും. ഒരു കാര്യം മാത്രം, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രേയറിലേക്ക് കയറുക. നമുക്കറിയാം ഈ ലാസർ എന്ത് ചെയ്തു? ദീനം മൂർച്ഛിച്ച് എന്ത് ചെയ്തു? മരിച്ചു. യേശു വന്നോ? ഒന്നില്ല. സൗഖ്യമാക്കിയോ? സൗഖ്യമാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് യേശുവിന് ഒരു വരവുണ്ട്. അത് 11-ാം അധ്യായം എടുത്തേ. 11-ാം അധ്യായം. ഹല്ലേലൂയ. യേശു ഇപ്പൊ താരോട്ട് വായിക്കുമ്പോൾ യേശു വരുന്ന കാണാം. ഞാൻ അതിലേക്ക് എല്ലാം വരുന്നില്ല. 28 തൊട്ടൊന്ന് വായിച്ചു. 28, 11, 28. തന്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ച്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവൻ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. ഈ ആദ്യം ഓടിപ്പോയത് ആരാണ്? മാർത്തയാണ്. മാർത്ത എതിരേറ്റ സ്ഥലത്ത്. എന്നിട്ടും യേശു എന്തോന്നില്ല, ഇതിലോട്ട് സംഭവത്തിലേക്ക് വന്നില്ല. ആ ബോർഡറിൽ തന്നെ നിൽക്കുക. വീട്ടിൽ അവളോട് കൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരയുവാൻ പോകുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ ഈ മരിച്ച് അടക്കമൊക്കെ കഴിഞ്ഞ് 4 ദിവസമായ സമയമായി. അപ്പൊ ഇവള് കിടന്ന് കരച്ചിൽ കണ്ടപ്പോൾ, ഓടിപ്പോന്ന് കണ്ടപ്പോൾ വീണ്ടും കല്ലറയിൽ പോയി കിടന്ന് വേദന കൊണ്ട് കരയാൻ പോകുന്നത് ഇവര് ചിന്തിച്ചു. വായിച്ചു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അവളൊരു പറച്ചിൽ പറയാം, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്റെ സഹോദരൻ മരിക്കില്ല എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. യേശു ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. യേശു ഒരു ചോദ്യം ചോദിച്ചു. അവനെ വെച്ചത് എവിടെ എന്ന് ചോദിച്ചു. കർത്താവെ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. കർത്താവെ, വന്ന് കാണുക എന്ന് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് ഇത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ, കുരുടന് കണ്ണു തുറന്ന ഇവനെ മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ചിലര് പരിഹസിച്ചു. ഈ വിടുതലിന്റെ താമസം ഉണ്ടാവുമ്പോൾ എന്തോ ഉണ്ടാവും? പരിഹാസം ഉണ്ടാവും. അടുത്തിരിക്കും തൊട്ട് അതാ ഉള്ളയാന്ന് പറഞ്ഞേ. അതുള്ളതാ കേട്ടോ, അതുള്ളതാ. അയ്യോ, അവരുടെ വീട്ടിൽ എത്ര നാൾ യേശു ഉണ്ടായിരുന്നു, എത്ര പ്രാർത്ഥന നടത്തിയതാ, എത്ര യേശുവിന് ഫുഡ് കൊടുത്തതാ. ഹല്ലേലൂയ. അവര് പറഞ്ഞിട്ട് യേശു വന്നോ? ദൂതൊക്കെ അവർക്ക് കിട്ടി. മഹത്വത്തിനായിട്ടാണ് ദൈവപ്രവൃത്തി വെളിപ്പെടും. വിടുതൽ വന്നില്ല. ഇനി യേശു വന്നിട്ടും വന്നോ? ആ ബോർഡറിൽ തന്നെ നിൽക്കുക. ചിലതൊക്കെ വിടുതൽ നമ്മുടെ തൊട്ടുമുമ്പ് ബോർഡറിൽ നിൽക്കുന്ന പോലെ നിൽക്കും. എന്തിനാണെന്നറിയാമോ? ഈ മറ്റൊന്നോട് പറയാനുള്ളതെന്ന് പറഞ്ഞ് തീരട്ടെ, എന്നിട്ട് വിടുതൽ വരാനാ. അമ്മേ, ചിലർക്ക് തോന്നി, യോ കറക്റ്റാ, വിടുതലോട് എത്തി നിൽക്കുക. ചിലത് അങ്ങനെ എത്തിയിട്ട് ഇങ്ങനെ നിൽക്കും. ഇതെല്ലാം ബൈബിളിലുള്ളതാ. നീ വെയിറ്റ് ചെയ്യ്. ഈ നെഗറ്റീവ് എല്ലാം പുറത്തു വരാൻ, നീ കേൾക്കാനുള്ള കേൾക്കണം. അയ്യോ, കുരുടന്റെ കണ്ണു തുറന്നില്ല, എന്നിട്ട് ഇതെന്താ സംഭവിച്ചേ, ഇതൊക്കെ പറയും. വെയിറ്റ് ചെയ്യ. ചില ബോർഡറിൽ ചിലരോട് ദൂത് പറയാം, നിന്റെ ചില വിടുതൽ ഇങ്ങനെ ബോർഡറിൽ നിൽക്കുക. ഈ 7-ാം മാസത്തിൽ ചിലതിന്റെ ബോർഡറിൽ നിൽക്കുക. അധികം താമസിക്കാതെ നീ മഹത്വം കാണാൻ പോവുകയാണ്. ഇപ്പൊ ചിലര് പ്രയസിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതൊന്നും ഭാരപ്പെടണ്ട. അത് വരുമ്പോഴേ മനസ്സിലായിക്കോണം, നിനക്ക് മഹത്വമുള്ളത് നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാനാണ്. ഹല്ലേലൂയ. അവൻ പറയുന്നത് അനുസരിച്ചാൽ, അവൻ പറയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇനി വായിച്ചോ. യേശു പിന്നെയും ഉള്ളം നൊന്ത് കല്ലറയ്ക്കലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. അതൊരു ഗുഹയാണ്. അന്നത്തെ എല്ലാ കല്ലറകളും അങ്ങനെ, നമ്മള് ലൈം സ്റ്റോൺ, ഇങ്ങനത്തെ ചുണ്ണാമ്പ് ഇതുപോലത്തെ പാറക്കൂട്ടങ്ങൾ പോലെ ഇരിക്കും. അതിന്റെ അകത്ത് വെട്ടിയാണ് എന്ത് ചെയ്യുന്നത്? കല്ലറ ഉണ്ടാക്കുന്നത്. അന്നത്തെ കല്ലറ പ്രത്യേക, ഈ ഗുഹയ്ക്ക് അകത്തോട്ട് കയറുമ്പോൾ ഒരു ബോഡി അല്ല, ഒത്തിരി ബോഡി അടക്കാനുള്ള സ്ഥലം ഇങ്ങനെ ഉണ്ടാവും. ഒരാൾക്കൊക്കെ നല്ല വിശാലമായി, നമ്മൾ 3-4 കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം എന്ന് പറയുന്ന പോലെ ഈ ഗുഹയ്ക്കകത്ത് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ അതിനെന്ത് ചെയ്യും? വലിയ എല്ലാം കഴിഞ്ഞിട്ട് വലിയ കല്ല്, അതാ ഈ വലിയ കല്ല് വന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? യേശുവിന്റെ ഒക്കെ പടം നോക്കും. എന്തുകൊണ്ട് സാധാരണ കല്ലറയ്ക്ക് ഇത്ര വലിയ കല്ല് വെച്ചാൽ ഒരു ശവം അടക്കാനുള്ളതല്ല, കുറേ
കുറേ ബോഡി വെക്കാനുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, വിസ്താരമുണ്ട്. അതുകൊണ്ടാണ് ഈ വലിയ കല്ല് കൊണ്ട് എന്ത് ചെയ്യുന്നത്. അപ്പം എന്നിട്ട് യേശു, അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്ത് ചെയ്യുന്നത്, ഒരു കല്ല് മതിന്മേൽ വെച്ചിരുന്നു, കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി. കല്ല് നീക്കാൻ പറഞ്ഞപ്പോൾ മാർത്ത എന്ത് പറഞ്ഞേ, കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു, യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്പം നടക്കുമെന്ന് പറഞ്ഞു. യേശു വന്നിട്ട് വിടുതലിന്റെ വാർത്ത പറഞ്ഞപ്പോൾ സഹോദരി എന്തോ പറഞ്ഞ, കർത്താവെ കല്ല് നീക്കണ്ട. അതിന്റെ അർത്ഥം എന്താ, കല്ല് മാറ്റിയാൽ എന്നോ ഉണ്ടാവും, നാറ്റം വരും. 4 ദിവസമായി, ഇനി നാറ്റം ഉണ്ടാവും. അപ്പം കർത്താവിനോട് പറഞ്ഞവരും ചിന്തിച്ചു, ഇനി എന്തുവായി, നാറ്റമായി, നടക്കത്തില്ല എന്ന്. ഇനി ശ്രദ്ധിച്ചു, യേശു അവളോട്, അതാണ് യേശു അവളോട്, ഈ 4 ദിവസമായി നാറ്റം വെച്ചു എന്ന് പറഞ്ഞവളോട് 11:40 ദൈവം പറയൊരു ദൂത് ഉറപ്പിക്കുക. 11:4 നിന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? എന്നോട് പറഞ്ഞല്ലേ, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. ആമേൻ. ഇന്ന് പകൽ ഒരു ദൂത് പറയാം. ബാക്കി സംഭവങ്ങളെല്ലാം നമ്മൾ അറിയാവുന്ന സംഭവം. ലാസർ പുറത്തു വന്നു, ഒരു മഹത്വം വെളിപ്പെട്ടു. 11-ാം അധ്യായത്തിൽ കല്ലറയിൽ ഇരുന്നവൻ 12:1-2 വായിക്കുമ്പോൾ ലാസർ എന്ത് ചെയ്യുന്നു, അവിടെ ഉണ്ടായ ഒരു അത്താഴത്തിൽ ലാസർ എന്ത് ചെയ്തു, 12:2 വായിച്ചേ. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോട് കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. തൊട്ട് ബാക്കിൽ അദ്ദേഹത്തിന് അവൻ എവിടെ ഇരിക്കുവായിരുന്നു, കല്ലറയിൽ. മഹത്വം വെളിപ്പെട്ടപ്പോൾ എവിടെ ഇരിക്കുവാണ്, പന്തിയിൽ. ദൈവമഹത്വം വെളിപ്പെട്ടുള്ള വിടുതല നീ ആയിരിക്കുന്ന ചില കല്ലറയിൽ നിരാശയുടെ, വേദനയുടെ, അടയപ്പെട്ട സ്റ്റോപ്പ എന്ന് പറയുന്നതിൽ നിന്നും 12-ാം അധ്യായത്തിൽ ഒരു മഹത്വത്തിന്റെ തീൻവേശക്കകത്ത് ഇരുത്താൻ അറിയാമെങ്കിൽ ഇതിന്റെ അകത്തിരിക്കുന്ന ചിലരോട് ദൂത് പറയുന്നു, ഈ 7-ാം മാസത്തിൽ വരുന്ന നാളുകളിൽ ഒരു മഹത്വം വെളിപ്പെടുമ്പോൾ നീ ഇരിക്കുന്ന അവസ്ഥയ്ക്ക് നിന്റെ ലെവല് മാറും. പച്ച വെള്ളം വീര്യമേറിയ വീഞ്ഞാകുന്ന പോലെ നിന്റെ കയ്പ് മാറും, മധുരമായി മാറും. ഒന്ന് കണച്ചേ. ഹല്ലേലൂയ. കർത്താവിദാസൻ പറഞ്ഞത് കാനാവിലെ കല്യാണം വരുന്നത്, കൽപ്പാത്രം എവിടെ കിടന്നേ, കൽപ്പാത്രം എവിടെ കിടന്ന, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് എവിടെ നടന്നേ, വെളിയില് ശുദ്ധിയ. നമ്മൾ വരുമ്പോ വഴിയിൽ വീട്ടിലോട്ട് കയറുമ്പോ അന്നത്തെ കാലത്തൊക്കെ പാത്രവും ടാപ്പും വെച്ചിട്ടുണ്ട്, കാലും കൈയും ഒക്കെ കഴുകി എന്ത് ചെയ്യാനായിട്ട്, അകത്തോട്ട് കയറാനായിട്ട്. ആ പാത്രം അകത്തല്ല ഇരിക്കുന്നത്, പുറത്തെല്ലാരും ചവിട്ടുന്നതിന്റെ പുറത്താണ് ശുദ്ധീകരണ നിയമത്തിന്റെ പാത്രം ഇരിക്കുന്നത്. പുറത്ത് കിടന്ന പൊടിയടിച്ച ചവിട്ടുകൊള്ളുന്ന പാത്രം ഇപ്പോൾ എവിടായി, വിരുന്നുവാരിക്കകത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ അതിനൊരു മാറ്റം വെളിപ്പെട്ടത് ദൈവത്തിന്റെ മഹത്വമാണെങ്കിൽ, കല്ലറയിൽ കിടന്നവൻ പന്തിയിൽ ദൈവം ഇരുത്തിയെങ്കിൽ ഇന്ന് പകലൊരു ദൂത് പറയുന്നു, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമ്പോ